ഹായ് ഹലോ ഗൈസ്. എനിക്ക് ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് കമ്മിറ്റഡ് ആവാൻ പോകുന്നവരോടും ന്യൂലി മാരീഡ് കപ്പിൾസിനോടൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് കപ്പിൾസ് പറഞ്ഞ് കേട്ടത് കൊണ്ടാണ് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ പറയണം, അത് പാസ്റ്റാണ്. അത് ഇനി നമ്മളുടെ ഫ്യൂച്ചറിലായാലും പ്രസൻറ്റിലായാലും ആ പാസ്റ്റിനെ നിങ്ങൾ കൊണ്ടുവരരുത്. ഇപ്പോൾ ഞാൻ കേട്ടേക്കുന്നത് ഇങ്ങനെയാണ്, എന്താണ്, നിൻ്റെ എക്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു, ഞാനായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത്, എക്സ് ആയിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുമോ? എന്തിന്? അത് കഴിഞ്ഞ കാര്യമാണ്. എന്തിനാ വീണ്ടും നമ്മൾ എടുത്ത് കുത്തി പൊക്കി വീണ്ടും നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്? അതോടെ കഴിഞ്ഞ്. നമുക്ക് ഒരുപാട് കാര്യം ഫ്യൂച്ചറിൽ പറയാനുണ്ട് അല്ലേ? ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പേരൻസിനെ എങ്ങനെ സമ്മതിപ്പിക്കാം, പേരൻസ് സമ്മതിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു ജോലി വേണം. എങ്ങനെ ജോലി കണ്ടുപിടിക്കാം, പിന്നെ എങ്ങനെ മാരേജിന് പേരൻസിനെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ സംസാരിച്ചോട്. ഇതിനെ വെറുതെ എക്സിനും വൈനൊക്കെ എടുത്തിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. സത്യം പറയും, ഇതൊക്കെ പറയുന്നവരാണ് ആണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും സക്സസ്ഫുള്ളി ഒരിക്കലും ആ റിലേഷൻഷിപ്പ് പോകില്ല. ഐ പ്രോമിസ്. ഞാൻ ഇതുവരെ കേട്ടിട്ട് ലൈഫിൽ ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതുവരെ ഒരെണ്ണം പോലും, ഈവൻ ന്യൂലി മാരീഡ് ആയ കപ്പിൾസ് പോലും ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം. അടുത്ത് ഞാൻ ഒരെണ്ണം ഇതേപോലെ കേട്ടു. പക്ഷേ ആ പുള്ളിക്കാരന് എന്താണ്, ഇത് സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും ഇത് മുന്നോട്ട് പോകില്ല. ഈവൻ ഞങ്ങളുടേതും ഒരു ലവ് മാരേജ് തന്നെയായിരുന്നു. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്യും. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഫ്യൂച്ചറിൽ പാസ്റ്റിനെ കുറിച്ച് ഒരു ടോക്ക് ഉണ്ടാവില്ല എന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷമാകാൻ പോവാണ്. ഞങ്ങൾ ഇതുവരെ ആ എടുത്ത ഡിസിഷൻ ഫോളോ ചെയ്താണ് നിൽക്കുന്നത്. എന്തിനാ പാസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യുന്നത്? ഒന്നിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക, ഇല്ലെങ്കിൽ പ്രസൻറ്റിൽ ജീവിക്കുക.